നെടുങ്കണ്ടത്ത് സംഘർഷം. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും SFI DYFI പ്രവർത്തകരും ഏറ്റുമുട്ടി. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. 3 പേർക്ക് പരിക്ക്. പോലീസ് കുറ്റക്കാരെ സംരക്ഷിക്കുന്നതായി ആരോപിച്ച് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. നെടുങ്കണ്ടത്ത് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ SFI DYFI പ്രവർത്തകർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച അർദ്ധരാത്രിയോടെ ടൗണിന് സമീപമാണ് ആക്രമണം ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിബിൻ അമ്മഞ്ചേരി, KSU ജില്ലാ സെക്രട്ടറി അലൻ സജി, മണ്ഡലം ഭാരവാഹി അലൻ്റെ ജോസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അലൻ ജോസിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റ് 2 പേരെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട അലൻറ്റിനെ നാളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും. ഇതിനിടെ സംഭവം നടന്ന മണിക്കൂറുകൾക്ക് ശേഷവും കേസെടുക്കാനോ പ്രതികളെ പിടികൂടാനോ പോലീസ് തയ്യാറാവുന്നില്ലെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സ്റ്റേഷൻ വളപ്പിൽ കയറിയ പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റത്തിലും ഏർപ്പെട്ടു. പോലീസ് സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരുന്ന പ്രവർത്തകർ സ്റ്റേഷൻ ഉപരോധിക്കുകയും ചെയ്തു. സംഭവത്തിൽ കേസെടുത്തതിനു ശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞത്. കുറെ കാലങ്ങളായി നെടുങ്കണ്ടം മേഖലയിൽ ഉണ്ടായിരുന്ന സമാധാന അന്തരീക്ഷം തകർക്കാൻ CPM DYFI പ്രവർത്തകർ ശ്രമിക്കുകയാണെന്ന് DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ ആരോപിച്ചു. നെടുങ്കണ്ടത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി CPM-ഉം DYFI വളരെ ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെയും KSU-വിൻ്റെയും പ്രവർത്തകരെ അതിക്രൂരമായി ഇന്നലെ രാത്രിയിൽ മർദ്ദിക്കുകയും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അലൻ്റെ അതീവ ഗുരുതരാവസ്ഥയിൽ കട്ടപ്പനയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ICU-വിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ നെടുങ്കണ്ടത്തെയും പരിസരത്തെയും മുഴുവൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും തിരുവനന്തപുരം സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോയ സമയം, അതുമായി ബന്ധപ്പെട്ട് ആ സമയം നോക്കി ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാരുമില്ല, UDF-ൻ്റെ നേതാക്കന്മാരാരുമില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇന്നലെ ഈ അക്രമം ഇവിടെ നടത്തിയിട്ടുള്ളത്. ഈ നെടുങ്കണ്ടത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഗുണ്ടകളെ ഇനി ഒരു കാരണവശാലും സംരക്ഷിക്കുവാൻ ഈ പോലീസിനെ ഉപയോഗിച്ചോ പാർട്ടി നേതൃത്വത്തെ ഉപയോഗിച്ചോ സംരക്ഷിക്കാൻ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കുന്നില്ല. ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ പോലീസ് അതിന് കൂട്ടുനിൽക്കരുതെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി ഈ ഗുണ്ടകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഈ നെടുങ്കണ്ടം പോലീസ് ശ്രമിക്കുന്നതെങ്കിൽ അതിശക്തമായ തിരിച്ചടി ഈ സംഭവത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതിൻ, യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളായ അനന്ത് തോമസ്, അനന്തകൃഷ്ണൻ, അഫ്സൽ, റോബിൻ, ജസ്റ്റിൻ, അനിൽ കട്ടുപ്പാറ, ജൂബി എന്നിവർ പോലീസ് സ്റ്റേഷൻ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.